അവർ വിശ്വസിക്കാത്തവനെ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? അവർ കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം! ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ വിശ്വസിക്കണമെങ്കിൽ നാം ദൈവത്തെക്കുറിച്ച് കേൾക്കണം, ദൈവത്തെ അറിയണം, അല്ലേ? നമ്മെ അറിയുന്ന, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമുക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അരികത്തിറങ്ങി വരുന്നൊരു ദൈവമുണ്ടെന്ന് അറിയാതെ ആ ദൈവത്തെക്കുറിച്ച് കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? ആരും അയക്കാതെ എങ്ങനെ പ്രസംഗിക്കും? നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം! യേശു കർത്താവ് തൻ്റെ അടുക്കൽ ശിഷ്യന്മാരെ വിളിച്ചു. തന്നോടുകൂടെ ഇരിക്കേണ്ടതിന്, ഭൂതങ്ങളുടെ മേൽ അവർക്ക് അധികാരം ഉണ്ടാകേണ്ടതിന്, അവരെ പ്രസംഗിക്കേണ്ടതിന്, അയക്കേണ്ടതിന് തൻ്റെ അടുക്കൽ അവരെ ഇരുത്തി, അവരെ നിയമിച്ചു. യേശു ശിഷ്യരെ ചേർത്ത് നിർത്തുകയാണ്. യേശു ശിഷ്യരെ കൂടെ നടത്തുകയാണ്. ഒരിടയൻ തൻ്റെ ആടുകളെ നടത്തുന്ന പോലെ ഇടയൻ്റെ ശബ്ദം കേൾക്കുകയാണ്. എപ്പോഴും ഇടയനോടുകൂടെ. തിരുവചനം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുമെങ്കിൽ, നിങ്ങൾ വചനത്തോട് പറ്റിയിരിക്കുമെങ്കിൽ, പ്രാർത്ഥനയോട് അതിൽ ജാഗരിക്കുമെങ്കിൽ, ദൈവത്തിന് നിങ്ങളെ പ്രസംഗിക്കുവാൻ, അയക്കുവാൻ ആഗ്രഹമുണ്ട്. ദൈവം നിങ്ങളെ ചേർത്ത് നിർത്തുന്നത് നിങ്ങളുടെ ഒരു അഭിഷേകം തരാൻ വേണ്ടിയാണ്, നിങ്ങളെ അയക്കുവാൻ വേണ്ടിയാണ്. നന്മ സുവിശേഷിക്കുവാൻ ദൈവം നിങ്ങളെ നിയമിച്ചിരിക്കുന്നു. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരമാണ്. അതെ, ആയിരക്കണക്കിന് ആളുകൾ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. കുരുടന്മാർക്ക് കാഴ്ചയും, പീഡിതർക്ക് സ്വാതന്ത്ര്യവും, ബദ്ധന്മാർക്ക് വിടുതലും, പ്രസംഗിക്കേണ്ടതിനും അവരെ വിടുവിക്കേണ്ടതിനും ദൈവം നിങ്ങളെ ഇന്ന് പകൽ ചേർത്ത് നിർത്തുകയാണ്. പ്രാർത്ഥനയിൽ ജാഗരിക്കുക, തിരുവചനം ധ്യാനിക്കുക, ദൈവത്തോട് പറ്റിയിരിക്കുക. നിങ്ങളെ നിശ്ചയമായി ദൈവം അയക്കും. നിങ്ങൾ ദൈവത്തെക്കുറിച്ച് കൂടുതലായി അറിയുന്തോറും നിങ്ങളൊരു പ്രസംഗിയായി മാറും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കും. തിരുവചനത്തോട് പറ്റിയിരിക്കുന്നവൻ വിശ്വാസിയായി മാറും. അവൻ പ്രാസംഗികനായി മാറും. ദൈവം നിങ്ങളെ അയക്കും. വ്യക്തമായ ആലോചന നൽകി ദൈവം നിങ്ങളെ അയക്കും. ദൈവത്തിൻ്റെ വചനത്തോട് പറ്റിയിരിക്കുന്നവനെ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെ അയക്കുവാൻ പദ്ധതിയുണ്ട്. ദൈവത്തോട് പറ്റിയിരിക്കാം. നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ എത്ര മനോഹരം! സുവിശേഷമാണ് നന്മ. അത് വിടുതലിൻ്റെ സന്ദേശമാണ്. അത് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവവചനമാണ്. അത് ജീവങ്കലേക്കുള്ള വാതിൽ തുറന്നു കൊടുക്കുന്ന വചനമാണ്. അത് രക്ഷയുടെ വാതിൽ കാണിച്ചു കൊടുക്കുന്ന വചനമാണ്. അത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ നാവിലൂടെ തന്നെ പുറപ്പെടാൻ പോകുന്നു. ദൈവത്തോട് പറ്റിയിരിക്കുക. പറ്റിയിരിക്കുന്നവരെ ദൈവം വിടുവിക്കും. ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുന്നു. ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ പോകുന്നു. വചനത്തോടെ ചേർന്നിരിക്കാം. പ്രാർത്ഥനയിൽ ജാഗരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.